Dear students, in the last two classes, we are discussing non-aqueous solvents. Okay, non-aqueous solvents in different ആയിട്ടുള്ള കാറ്റഗറീസ് ഒക്കെ നമ്മൾ പഠിച്ചു. പ്രോട്ടിക്, അപ്രോട്ടിക് സോൾവെൻറ്റ്സ് ആൻഡ് അയോണൈസിങ് സോൾവെൻറ്റ്സ് ആൻഡ് നോൺ അയോണൈസിങ് സോൾവെൻറ്റ്സ്, പിന്നെ സെൽഫ് അയോണൈസേഷൻ ഓഫ് സോൾവെൻറ്റ്സ്, ഇതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്. പിന്നെ നമ്മൾ ലെവലിംഗ് എഫക്റ്റ് പറഞ്ഞു, സോൾവെൻറ്റ് സിസ്റ്റം, കൺസെപ്റ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ് പറഞ്ഞു, അതുപോലെ ഡിഫറൻഷ്യേറ്റിംഗ് സോൾവെൻറ്റ്സ് പറഞ്ഞു. ഈ ലെവലിംഗ് എഫക്റ്റും ഡിഫറൻഷ്യേറ്റിംഗ് എഫക്റ്റും നമ്മൾ സോൾവെൻറ്റ് സിസ്റ്റം, കൺസെപ്റ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ് വെച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പറയാനുള്ളത് റിയാക്ഷൻസ് ഇൻ നോൺ അക്വസ് സോൾവെൻറ്റ്സ് ആണ്. നോൺ അക്വസ് സോൾവെൻറ്റുകളിലെ റിയാക്ഷൻസ്, അതായത് ഏതെങ്കിലും ഒരു ആസിഡ് ബേസ് കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ റിയാക്ഷൻസ് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. നിങ്ങൾക്ക് ഒരു ടേബിൾ കാണാം. സോൾവെൻറ്റ്, ലിക്വിഡ് റേഞ്ച് കൊടുത്തിട്ടുണ്ട്, ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്, ഡൈപോൾ മൊമെൻറ്റ്, വിസ്കോസിറ്റി, ഓട്ടോ അയണൈസേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ വാട്ടറിൻ്റെ ഇത് നമുക്കറിയാം. മെൽറ്റിംഗ് പോയിൻറ്റ് 0യും ബോയിലിംഗ് പോയിൻറ്റ് 100 ആണെന്ന്. ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് 78.5 ആണ്. ഡൈപോൾ മൊമെൻറ്റ് 1.85 ആണ്. നമുക്കറിയാം വാട്ടർ ഒരു പോളാർ സോൾവെൻ്റ് ആണ്, അപ്പം നിർബന്ധമായിട്ടും ഒരു ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടായിരിക്കും. വിസ്കോസിറ്റി 1 ആണ്. വിസ്കസ് അല്ല വാട്ടർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കുറച്ച് ഡാറ്റയാണ് ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ടേബിളിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊക്കെ സോൾവെൻറ്റുകൾ എവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് കറക്റ്റായിട്ടൊരു ഇൻഫർമേഷൻ ഈ ടേബിളിൽ നിന്നും നമുക്ക് കിട്ടും. അതായത് ഒന്നുകൂടി കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ, മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ്. അപ്പോൾ എന്തിനാണ് നമ്മൾ സോൾവെൻറ്റുകളുടെ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ്സ് അറിഞ്ഞിരിക്കേണ്ടത് എന്നാണ് പറയുന്നത്. അതായത് ദ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ് ഓഫ് എ സോൾവെൻറ്റ് determine the temperature range of its existence as liquid and thereby determine its usefulness as solvent in chemical operations. അതായത് നമ്മൾ മെൽറ്റിംഗ് പോയിൻറ്റ്, ബോയിലിംഗ് പോയിൻറ്റും നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു സോൾവെൻറ്റിൻ്റെ ടെമ്പറേച്ചർ റേഞ്ചിനെയാണ് എന്ത് ചെയ്യുന്നത്, അത് ഡിറ്റർമിൻ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് എക്സിസ്റ്റൻസ് ആസ് ലിക്വിഡ് ആൻഡ് thereby determine its usefulness as solvent in chemical operations. അപ്പോൾ ഏതൊക്കെ ടെമ്പറേച്ചർ റേഞ്ചിൽ അത് ലിക്വിഡായിട്ട് നിൽക്കും, അപ്പോൾ ഏതൊക്കെ റിയാക്ഷൻസിൽ നമുക്കതിനെ സോൾവെൻ്റായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചൊരു ഇൻഫർമേഷൻ ആര് നമുക്ക് തരും? ഈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, അതായത് നമ്മൾ ടേബിളിൽ കണ്ടു മെൽറ്റിംഗ് പോയിൻറ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് എന്താണ്, 0 ഡിഗ്രി ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ് 100 ഡിഗ്രി. അൺഹൈഡ്രസ് H2SO4ൻ്റെത് 10.4 ഡിഗ്രി സെൽഷ്യസും അതേപോലെ ബോയിലിംഗ് പോയിൻറ്റ് 300 ഡിഗ്രി സെൽഷ്യസാണ്. അങ്ങനെയുള്ള സോൾവെൻറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഓർഡിനറി ടെമ്പറേച്ചറിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഓർഡിനറി ടെമ്പറേച്ചറിലാണ് നമ്മൾ റിയാക്ഷൻ നടത്താൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നമുക്ക് വാട്ടറും സൾഫ്യൂരിക് ആസിഡൊക്കെ സോൾവെൻറ്റുകളായിട്ട് ഉപയോഗിക്കാം. എന്നാൽ അമോണിയ, അതേപോലെ സൾഫർ ഡൈ ഓക്സൈഡിൻ്റെ ഒക്കെ കേസ് എടുത്തു കഴിഞ്ഞാൽ അമോണിയയുടെ മെൽറ്റിംഗ് പോയിൻറ്റ് -77.7ഉം ബോയിലിംഗ് പോയിൻറ്റ് -33.5ഉം ആണ്. അതുപോലെ സൾഫർ ഡൈ ഓക്സൈഡിനാണെങ്കിലും നെഗറ്റീവ് ടെമ്പറേച്ചറാണ് രണ്ടും. അതായത് അത് ലോ ടെമ്പറേച്ചർ റിയാക്ഷനിൽ മാത്രമേ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അമോണിയ, സൾഫർ ഡൈ ഓക്സൈഡ് പോലെയുള്ള സോൾവെൻറ്റുകൾ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് സോൾവെൻറ്റിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻ്റൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി HF ആണെങ്കിലോ, ലിക്വിഡ് HF ആണെങ്കിൽ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് -89.4 ആണ്. ബോയിലിംഗ് പോയിൻറ്റ് 19.5 ഡിഗ്രിയാണ്. അതായത് അതിൻ്റെ പ്രത്യേകത നമുക്ക് 19.5 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള റിയാക്ഷനിൽ സോൾവെൻറ്റുകളായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ്. നമ്മൾ നോൺ അക്വസ് സോൾവെൻറ്റ്സിൻ്റെ കേസിൽ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് നമുക്ക് അമോണിയ ആണെങ്കിലും സൾഫർ ഡൈ ഓക്സൈഡ് ആണെങ്കിലും ഏത് ടെമ്പറേച്ചറിലെ ലോ ടെമ്പറേച്ചറിലെ റിയാക്ഷൻ നടത്തുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ,
ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ രണ്ടാമത്തത് ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് ആണ്. ഈ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് എന്താണെന്നൊക്കെ നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. അതായത് നമ്മൾ രണ്ട് ചാർജസിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു സെപ്പറേഷൻ, ആ ഒരു സെപ്പറേഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. നമ്മൾ കപ്പാസിറ്ററിലൊക്കെയാണ് മെയിനായിട്ട് പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. അതായത് ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് അയോൺസ് ഓഫ് എൻ അയോണിക് സോല്യൂട്ട് ഹാവിംഗ് ചാർജസ് Q+ and Q- separated by a distance r in a medium is given by F is equal to Q+ Q- divided by dr². അതായത് നമ്മളെടുത്ത് നമ്മളെ അയോണിക് സോല്യൂട്ടിൽ രണ്ട് അയോൺസ് ഉണ്ടായിരിക്കും. ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജുള്ള, അതാണ് Q+ഉം Q-ഉം. ഇതെന്താണ്, R എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ Q+നും Q- തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ്റെ ഇക്വേഷനാണ് F is equal to Q+ Q- divided by dr² എന്ന് പറയുന്നത്. അതിൽ ഈ ക്യാപിറ്റൽ ഡീനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ആൻഡ് D is a dimensionless constant characteristic of the solvent. ഒരു സോൾവെൻറ്റിനും ഈ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. ഡയമെൻഷൻ ഇല്ലാത്തൊരു ക്വാണ്ടിറ്റിയാണ് ഡി എന്ന് പറയുന്നത്. ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും, വിച്ച് ഈസ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഈസ് എ മെഷർ ഓഫ് ദ ഡിക്രീസ് ഇൻ ദ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ടു ചാർജസ് ഇൻ ദ പ്രസൻസ് ഓഫ് സോൾവെൻറ്റ് ആസ് കമ്പയർഡ് ടു ദാറ്റ് ഇൻ വാക്വം. അതായത് നമ്മൾ ഈ ചാർജസിൻ്റെ ഇടയിൽ സോൾവെൻറ്റ് വരുമ്പോൾ ഉണ്ടാവുന്ന ഡിക്രീസ് ഇൻ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അതായത് സാധാരണ ഒരു സോൾവെൻറ്റ് ഇല്ലെങ്കിൽ ഈ Q+നും Q- ഫീൽ ചെയ്യുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനേക്കാളും കുറവായിരിക്കും ഇതിൻ്റെ ഇടയ്ക്കൊരു സോൾവെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഉള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഓക്കെ, അപ്പോൾ ആ ഡി എന്ന് പറയുന്നത് എന്താണ്, ആ ഡിക്രീസിനെയാണ് ഡി റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് ഓഫ് ദാറ്റ് സോൾവെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ദ ഡിക്രീസ് ഇൻ ദ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ടു ചാർജസ് ഇൻ ദ പ്രസൻസ് ഓഫ് സോൾവെൻറ്റ് ആസ് കമ്പയർഡ് ടു ദാറ്റ് ഇൻ വാക്വം. വാക്വത്തിലാണ് നമ്മൾ ഈ സൊല്യൂട്ട് വെച്ചതെങ്കിൽ അതിലെ പോസിറ്റീവ് ചാർജസും നെഗറ്റീവ് ചാർജസും തമ്മിലുള്ള ആ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു സോൾവെൻറ്റിലാണ് ഈ സൊല്യൂട്ട് വെച്ചതിനേക്കാളും കൂടുതലായിരിക്കും. അല്ലെങ്കിൽ സോൾവെൻറ്റിലുള്ള ഈ അയോൺസിൻ്റെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവായിരിക്കും. ആ കുറവിൻ്റെ മെഷർമെൻ്റാണ് എന്തെന്ന് പറയുന്നത്, ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് എങ്ങനെയാണ് ഇതിനെ എഫക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. എ സോൾവെൻറ്റ് ഹാവിങ് ഹയർ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് വിൽ ഹാവ് എ ഹയർ കാപ്പബിലിറ്റി ടു ഡിസോൾവ് അയോണിക് സോള്യൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സോൾവെൻറ്റിന് കൂടുതൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് ഉള്ള ഒരു സോൾവെൻറ്റിന് കൂടുതൽ അയോണിക് സൊല്യൂട്ടിനെ ഡിസോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ Q+നും Q- ഇടയ്ക്കുള്ള ആ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ്റെ ഇൻറ്റൻസിറ്റി കുറയാണല്ലോ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് കൂടുക എന്ന് പറയുന്നത് കൊണ്ട് മീൻ ചെയ്യുന്നത്, ശരിയല്ലേ? അതായത് ഇവിടെ ഈ Q+നും Q- എന്ന് പറയുന്നതിൻ്റെ വാക്വത്തിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനേക്കാളും കുറവായിരിക്കും നമ്മളൊരു സോൾവെൻറ്റിലാണ് ഈ അയോണിക് സൊല്യൂട്ട് എടുക്കുന്നതെങ്കിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അതാണ് എന്തെന്ന് പറയുന്നത്, ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഈ സോൾവെൻറ്റിൻ്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് കൂടുതലാണെങ്കിൽ ഈ Q+ഉം Q- തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ Q+നെയും Q- പെട്ടെന്ന് ഡിസോസിയേറ്റ് ചെയ്യിക്കാം. അങ്ങനെ ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സോൾവെൻറ്റിൽ അതിന് അതായത് ആ സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടും. അപ്പോൾ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് കൂടുമ്പോൾ എന്ത് ചെയ്യും, അയോണിക് സോല്യൂട്ട് കൂടുതലായിട്ട് ആ സോൾവെൻറ്റിൽ എന്ത് ചെയ്യുന്നു, ഡിസോൾവ് ചെയ്യുന്നു. അതൊന്ന് ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ
നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏത് സോൾവെൻറ്റിലാണ് ഈ സൊല്യൂട്ട് കൂടുതൽ ഡിസോൾവ് ആകുന്നത്, അതല്ല ഏത് സോൾവെൻറ്റിലാണ് ഏറ്റവും കുറവ് ഡിസോൾവ് ആകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെയുള്ള സോൾവെൻറ്റുകളൊക്കെ നമുക്ക് നോക്കിയിട്ട് സെലക്ട് ചെയ്യാം. ഒരു എക്സാമ്പിൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സോൾവെൻറ്റ് സച്ച് ആസ് വാട്ടർ, അൺഹൈഡ്രസ് H2SO4, അൺഹൈഡ്രസ് HF having high dielectric constants are better solvents, ionic solutes than liquid ammonia and liquid SO2 having lower dielectric constants. അതായത് അയോണിക് സൊല്യൂട്ടിന് സാധാരണഗതിയിൽ വാട്ടറും അൺഹൈഡ്രസ് H2SO4ഉം അൺഹൈഡ്രസ് HF ഒക്കെയാണ് എന്തെന്ന് പറയുന്നത് നല്ല സോൾവെൻ്റ് ആയിട്ട് കഴിക്കുന്നത്. കാരണം ഇതിൻ്റെ എല്ലാം ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റുകൾ വളരെ കൂടുതലാണ്. ആൻഡ് ലിക്വിഡ് SO2, ലിക്വിഡ് അമോണിയക്കൊക്കെ ലോവർ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റുകളാണ് ഉള്ളത്. നമുക്ക് ഈ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാട്ടറിൻ്റെത് 78.5 നമ്മൾ വാട്ടറിനെ യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്നൊക്കെ വിളിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ വാട്ടറിന് നമ്മൾ അങ്ങനെ യൂണിവേഴ്സൽ സോൾവെൻ്റ് ആവാനുള്ള ഒരുപാട് ക്രൈറ്റീരിയ വാട്ടർ ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ വാട്ടറിൻ്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് 78.5 ആണ്. അമോണിയയുടേത് 22 ആണ്. അപ്പോൾ അത്രയും ഡിഫറൻസ് ഉണ്ട്. SO2 ആകുമ്പം 17.4. HF എന്ന് പറയുമ്പം വാട്ടറിനേക്കാളും എന്തുണ്ട്, ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് ഉണ്ട്. അതുപോലെ H2SO4ന് 100 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് നമുക്ക് കറക്റ്റായിട്ട് അറിഞ്ഞു കഴിഞ്ഞാലുള്ള ഗുണം. നമ്മൾ അയോണിക് സൊല്യൂട്ടിനെ ഏറ്റവും കൂടുതൽ ഡിസോൾവ് ചെയ്യുന്നുണ്ടാവുക ആരായിരിക്കും, ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഏറ്റവും കൂടുതലുള്ള ആളായിരിക്കും. അതിൻ്റെ റീസണും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ സോൾവെൻറ്റ് വരുമ്പോൾ കുറയും ഡ്യൂ ടു ഇറ്റ്സ് ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ അതാണ് ഒന്ന്. അടുത്ത പ്രോപ്പർട്ടിയാണ് ഡൈപോൾ മൊമെൻറ്റ്. The greater the polarity of the solvent, the greater would be the solute-solvent interaction through ion dipole forces and the greater would be the solvation energy released. Okay, these conditions favor dissolution of ionic and polar solutes. അതായത് സോൾവെൻറ്റിൻ്റെ പൊളാരിറ്റി കൂടുന്തോറും സൊല്യൂട്ട് സോൾവെൻറ്റ് ഇൻട്രാക്ഷൻ്റെ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഈ സൊല്യൂട്ട് സോൾവെൻറ്റ് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് അയോൺ ഡൈപോൾ ഫോഴ്സ് വഴിയുള്ള ഇൻട്രാക്ഷനാണ്. അയോണും ഡൈപോളും തമ്മിലുള്ള ഇൻട്രാക്ഷനാണ് സൊല്യൂട്ട് സോൾവെൻറ്റ് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പൊളാരിറ്റി കൂടുമ്പം ഡൈപോൾ മൊമെൻറ്റ് കൂടും. അങ്ങനെ പൊളാരിറ്റി കൂടുമ്പം ഡൈപോൾ മൊമെൻറ്റ് കൂടുമ്പോൾ അയോൺ ഡൈപോൾ ഫോഴ്സ് കൂടുതലാവും. ഇങ്ങനെ അയോൺ ഡൈപോൾ ഫോഴ്സ് കൂടുമ്പം സൊല്യൂട്ടിൻ്റെയും സോൾവെൻറ്റിൻ്റെയും ഇൻട്രാക്ഷൻ കൂടും. And greater would be the solvation energy released. These conditions favor dissolution of ionic and polar solutes. അപ്പോൾ സോൾവേഷൻ എനർജി കൂടുമ്പോൾ എന്ത് സംഭവിക്കും, ഈ അയോണിക് സൊല്യൂട്ട്സിൻ്റെ അല്ലെങ്കിൽ പോളാർ സൊല്യൂട്ട്സിൻ്റെ ഡിസോൾവ് ചെയ്യുന്നത് കൂടുതലായിരിക്കും. അതായത് സോൾവെൻറ്റ് വിത്ത് ഹയർ ഡൈപോൾ മൊമെൻറ്റ്സ് ആർ ബെറ്റർ സോൾവെൻറ്റ്സ് ഫോർ അയോണിക് ആൻഡ് പോളാർ സൊല്യൂട്ട്സ്. ഓക്കെ, അപ്പോൾ ഡൈപോൾ മൊമെൻറ്റ് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്, നമ്മൾ ഡൈപോൾ മൊമെൻറ്റ് കൂടുമ്പോൾ, അതായത് സോൾവെൻറ്റിൻ്റെ പൊളാരിറ്റി കൂടുമ്പം സൊല്യൂട്ട് സോൾവെൻറ്റ് ഇൻറ്ററാക്ഷൻ എന്തായിരിക്കും, കൂടുതലായിരിക്കും. കാരണം സൊല്യൂട്ട് സോൾവെൻറ്റ് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് അയോൺ ഡൈപോൾ ഫോഴ്സ് വഴിയുള്ള ഇൻട്രാക്ഷനാണ്. ഈ അയോൺ ഡൈപോൾ ഫോഴ്സ് വഴിയുള്ള ഇൻട്രാക്ഷൻ പൊളാരിറ്റി കൂടുമ്പം ഡൈപോൾ മൊമെൻറ്റ് കൂടുന്നത് കൊണ്ട് അതിൻ്റെ സോൾവേഷൻ എനർജി റിലീസ് ചെയ്യുന്നതും കൂടുന്നു. അങ്ങനെ അയോണിക് ആൻഡ് പോളാർ സൊല്യൂട്ട്സിന് എന്തായിരിക്കും, കൂടുതൽ നന്നായിട്ട് ഈ സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യാൻ സാധിക്കും. അതായത് ഹയർ ഡൈപോൾ മൊമെൻറ്റുള്ള സോൾവെൻറ്റുകൾ ലോവർ ഡൈപോൾ മൊമെൻറ്റുള്ള സോൾവെൻറ്റുകളെക്കാളും ബെറ്റർ സോൾവെൻറ്റ്സ് ആയിരിക്കും. ഓക്കെ, ഫോർ അയോണിക് ആൻഡ് പോളാർ സൊല്യൂട്ട്. എക്സാമ്പിൾ വാട്ടർ ഹാവിങ് ഡൈപോൾ മൊമെൻറ്റ് 1.85 D. D മീൻസ് D/. ഡൈപോൾ മൊമെൻറ്റിൻ്റെ യൂണിറ്റാണ് D/. എന്ന് പറയുന്നത്. വാട്ടർ ഹാവിങ് എ ഡൈപോൾ മൊമെൻറ്റ് 1.85 D ഈസ് എ ബെറ്റർ സോൾവെൻറ്റ് ഫോർ അയോണിക് ആൻഡ് പോളാർ സൊല്യൂട്ട്സ് ദാൻ അമോണിയ. അമോണിയയുടെ ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറയുന്നത് 1.47 D/. ആണ്. അപ്പോൾ അമോണിയനെ കമ്പയർ ചെയ്ത് നോക്കുമ്പം വാട്ടർ ആണ് അയോണിക് ആൻഡ് പോളാർ സൊല്യൂട്ടിന് ബെറ്റർ സോൾവെൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ,
അടുത്തത് വിസ്കോസിറ്റിയാണ്. Viscosity of a solvent is an important factor which determines its utility like precipitation, crystallization, filtration, etc. Processes are hindered in highly viscous solvents. This process can be carried out easily in liquids like ammonia or H2O having lower viscosity. അപ്പോൾ വിസ്കോസിറ്റിയും ഈ സോൾവെൻറ്റിൻ്റെ ആ ക്യാരക്ടറും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഇൻവേഴ്സ് റിലേഷനാണ്. അതായത് ഹൈലി വിസ്കസ് ആയിട്ടുള്ള സോൾവെൻസിൽ നമുക്കറിയാം സൾഫ്യൂരിക് ആസിഡൊക്കെ വെള്ളമൊഴിക്കാത്ത, അതായത് വെള്ളമില്ലാത്ത സൾഫ്യൂരിക് ആസിഡ്, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡൊക്കെ നല്ല വിസ്കസ് ആയിട്ടുള്ള ആസിഡായിരിക്കും. നിങ്ങൾ ലാബിൽ കണ്ടിട്ടുണ്ടാവും. നല്ല കൊഴുത്ത ദ്രാവകമായിരിക്കും ഈ അൺഹൈഡ്രസ് H2SO4 എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ സോൾവെൻറ്റിലൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രസിപ്പിറ്റേഷനോ ക്രിസ്റ്റലൈസേഷനോ ഫിൽട്രേഷനോ നമുക്ക് നടത്താൻ പറ്റില്ല. ഫിൽട്രേഷനൊക്കെ നടത്തുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇത് വിസ്കസ് ആണെങ്കിൽ നമുക്കത് ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോസസ്സൊക്കെ നമ്മൾ നടത്തുന്നത് ലിക്വിഡ് അമോണിയയിലും വാട്ടറിലൊക്കെയാണ്. കാരണം ലിക്വിഡ് അമോണിയ, വാട്ടറിൻ്റെ വിസ്കോസിറ്റി നമ്മൾ നേരത്തെ കണ്ടതാണ്. വാട്ടറിൻ്റെ വിസ്കോസിറ്റി നമ്മൾ 1 ആണെന്ന് ഇതിൽ കണ്ടു. വാട്ടറിൻ്റെ വിസ്കോസിറ്റി 1 ആണ്, കണ്ടില്ലേ? അതുപോലെ അമോണിയയുടെ വിസ്കോസിറ്റി അതിനേക്കാളും കുറവാണ്, 0.254. പക്ഷേ H2SO4ൻ്റെ വിസ്കോസിറ്റി നോക്കിയാൽ 24.54 ആണ്. അപ്പോൾ ഹൈലി വിസ്കസ് ആയിട്ടുള്ള സോൾവെൻറ്റുകളിൽ നമുക്ക് അങ്ങനെയുള്ള റിയാക്ഷൻസ് ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നടത്താൻ പറ്റില്ല. അപ്പോൾ ദീസ് പ്രോസസ്സസ് ക്യാൻ ബി ക്യാരിഡ് ഔട്ട് ഈസിലി ഇൻ ലിക്വിഡ് ലൈക്ക് അമോണിയ or water having lower viscosity. Okay, lower viscosity means higher fluidity. Fluidity means ഒഴുകാനുള്ള കഴിവ്, ഫ്ലോ ചെയ്യാനുള്ള കഴിവ്, അതാണ് ഫ്ലൂയിഡിറ്റി. വിസ്കോസിറ്റി കുറയുമ്പം ഫ്ലോയിങ് കപ്പാസിറ്റി എന്ത് ചെയ്യുന്നു, കൂടുന്നു. അപ്പോൾ ഇങ്ങനെ വിസ്കോസിറ്റീനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സോൾവെൻറ്റുകൾ സെലക്ട് ചെയ്യാം. ഏത് സോൾവെൻറ്റ്, പ്രിസിപ്പിറ്റേഷനും ക്രിസ്റ്റലൈസേഷനും ഫിൽട്രേഷനൊക്കെ നടത്തേണ്ട സമയത്ത് നമ്മൾ പോയിട്ട് അൺഹൈഡ്രസ് H2SO4 ആണ് സോൾവെൻറ്റ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ റിയാക്ഷൻ നടക്കില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സോൾവെൻറ്റുകളുടെ ഓരോ കപ്പാസിറ്റി അനുസരിച്ച് നമ്മൾ സോൾവെൻറ്റ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് 4 പോയിൻറ്റ്സാണ് ഇതുവരെ ഡിസ്കസ് ചെയ്തത്. വാട്ടറിൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞത്, ഡൈപോൾ മൊമെൻറ്റ്, ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ്, പിന്നെ അതുപോലെ എന്തായിരുന്നു മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ്സ്, പിന്നെ ലാസ്റ്റ് പറഞ്ഞ വിസ്കോസിറ്റി. ഓക്കെ, ഇനി അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.